ഒരു മിനിറ്റ്. മന്ത്രി അടി പോയോ? മുകളിൽ വന്നോ? ഒന്ന് വഴി കൊടുക്കട്ടാ, സ്റ്റേജിക്ക് പോട്ടെ, സ്റ്റേജിക്ക് പോട്ടെ. അതിമനോഹരമായ കാഴ്ചകൾ എന്നിവരും കുടക്കീഴിൽ അണിഞ്ഞിരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 50 ലക്ഷം രൂപയും തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ 33.5 ലക്ഷം രൂപയും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപയും ചെലവഴിച്ച നിർമ്മാണ പൂർത്തിയാക്കി. ആ പിള്ളേരെവിടെയാ? സ്വാഗത പ്രസംഗത്തിനായി ശ്രീമതി ഇ രമണി തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, നമ്മളെ തരൂർ പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കാരമല ടൂറിസത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മളെ പ്രിയപ്പെട്ട മന്ത്രിയാണ് അത് നിർവഹിച്ചത്. ടൂറിസം വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ പങ്കാളിത്തത്തോടെ കേരളത്തിലെ വിനോദ സഞ്ചാര മേഖലയിൽ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി ചെയ്തു. പാലക്കാട് ജില്ലയിൽ ആദ്യമായി തരൂർ പഞ്ചായത്തിന് ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിക്ക് 2022 ടൂറിസം വകുപ്പിന്റെ വിഹിതം 50 ലക്ഷം രൂപയും പഞ്ചായത്ത് വിഹിതം 33,50,000 രൂപയുമാണ്. പ്രസ്തുത പ്രോജക്റ്റിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ DPC അംഗീകാരം വാങ്ങുകയും ചെയ്തു. 6/12/2023 പഞ്ചായത്ത് കാരമലയിലേക്കുള്ള യാത്രയിൽ ആലോചനയിൽ വന്നത് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന ഈ പദ്ധതിയെ കുറിച്ചായിരുന്നു. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായി. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. അയൽവാസിയെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, പാർക്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ പോകുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കോവിഡ് രൂക്ഷമായ ഘട്ടം ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു. എന്നാൽ ടൂറിസം വകുപ്പ് എന്നുള്ള നിലയിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല. കോവിഡിന്റെ രൂക്ഷത കുറയുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ള പരിശോധന നടത്തുകയായിരുന്നു. ടൂറിസം മേഖലയിലെ വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് കേൾക്കാനായിരുന്നു നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക.
ഒരു കാര്യം അന്ന് തന്നെ ബോധ്യപ്പെട്ടു. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളും പ്രകൃതി രമണീയമായ മനോഹരമായ പ്രദേശങ്ങളാണ്. പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രമായി എന്തുകൊണ്ട് ഉയരുന്നില്ല? അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം. ഗ്രാമാന്തരങ്ങളിലെ അത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക അഥവാ വളർത്തിക്കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകണമെന്ന് പൊതുവെ നിശ്ചയിച്ചു. ടൂറിസം വകുപ്പ് ആ പദ്ധതിയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം വഹിക്കും. കേരളത്തിലെ ടൂറിസം മേഖലയിൽ ഗ്രാമാന്തരങ്ങളിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കാനുള്ള നിർണായകമായ ചുവടുവെപ്പിന്റെ പേരാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ അഞ്ച് പുതിയ ഡെസ്റ്റിനേഷൻ ഓവർ ടൂറിസത്തെ മുന്നിൽ കണ്ട് അത് മറികടക്കുവാൻ ഗ്രാമാന്തരങ്ങളിൽ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുന്നത്, അവ വികസിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ടൂറിസം വകുപ്പ് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയാണ്.